അസ്സലാമു അലൈക്കും. ലെനസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ ഒരു ലഞ്ചിൻ്റെയും ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ബ്രേക്ക്ഫാസ്റ്റും സിമ്പിളാണ്, ലഞ്ചും സിമ്പിളായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഞാൻ പത്തിരിക്കുള്ള പൊടി വാട്ടിയെടുക്കുകയാണ്. വെള്ളം തിളപ്പിച്ചതിൻ്റെ ശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇതിലേക്ക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ഇപ്പം അതിലേക്ക് 1.25 കപ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിതിൽ 2.5 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഓരോ പൊടിയും വ്യത്യാസപ്പെടുന്നു. ഞാൻ വീട്ടിൽ ഉണക്കി പൊടിച്ച പൊടിയാണ് പത്തിരിക്കുള്ളത്. ഇത് നന്നായിട്ട് ഇളക്കി വാട്ടിയെടുക്കാം. പൊടിയൊന്ന് വെള്ളം വറ്റി വരുന്ന സമയത്ത് ഇതൊന്ന് സിമ്മിലാക്കി വെക്കുക നല്ലത്, അല്ലെങ്കിൽ അടിക്ക് പിടിക്കുള്ളൂ. ഇതൊന്ന് പൊടി നന്നായി വെന്ത് കിട്ടണ വരെ ഇളക്കി കൊടുക്കുകയാണ് ചെയ്യണത്. ഇത് കഴിഞ്ഞിട്ട് ഞാനിത് സ്റ്റൗ ഓഫ് ചെയ്ത് ഞാൻ ഇത് അടച്ച് വെക്കുകയാണ് ചെയ്യണത്. അടച്ച് വെച്ച് നിൽക്കുമ്പോൾ കുറച്ചുകൂടി സമയം നമുക്ക് പൊടി വെന്ത് കിട്ടും. ഞാൻ ഇപ്പോൾ ആ സമയം കൊണ്ട് കറി റെഡിയാക്കി എടുക്കുകയാണ്. ഒരു സവാള ചെറുതായി അരിഞ്ഞതും, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും, ഒരു തക്കാളി, ഒരു 10 ചെറിയ ഉള്ളിയും, 3 പച്ചമുളകും ഇട്ടുകൊടുത്തു. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് സ്റ്റൗ ഓണാക്കിയാണ്ട് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യണത്. ഇതിപ്പോൾ ഞാൻ മൺചട്ടിയിലാണ് വെച്ചിട്ടുള്ളത്. കുക്കറിൽ വേണമെങ്കിലും ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കാം. ഇതേ രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് അരമണിക്കൂർ കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റും റെഡിയാക്കാം. ഈസി ആയിട്ട് പെട്ടെന്ന് നമ്മളെ പണികളൊക്കെ ഒന്ന് ഒതുക്കിയെടുക്കാം. ഇപ്പോൾ മസാലകളൊക്കെ ഒന്ന് സ്റ്റൗ ഓണാക്കിയതിൻ്റെ ശേഷം ഇളക്കിയാണ്ട് അടച്ച് വെച്ച് തിളച്ചതിൻ്റെ ശേഷമാണ് ഞാൻ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുന്നത്. ചിക്കന് ഞാൻ മഞ്ഞളും മുളകും ഉപ്പും ഇട്ടുകാണ്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നു. അതാണ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഈ ചിക്കൻ വേണ സമയം കൊണ്ട് മറ്റടുപ്പിൽ നമുക്ക് ഞാൻ അടുത്തത് വറവൊക്കെ റെഡിയാക്കി എടുക്കാം. കറിക്ക് ഞാൻ നാളികേരം അരച്ചിട്ടുള്ള കറിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. പത്തിരിക്കാവുമ്പോൾ നാളികേരം അരച്ചാലാണ് സൂപ്പർ ടേസ്റ്റ്. പാൻ നല്ലതുപോലെ ചൂടായതിൻ്റെ ശേഷം 1 കപ്പ് നാളികേരം ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് ഒരു 3 ചെറിയ ഉള്ളിയും 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചെറിയ തീയിൽ ബ്രൗൺ കളറാവണ വരെ വറുത്തെടുക്കാം. ചിക്കൻ വേണ സമയം കൊണ്ട് നാളികേരം വറുത്തെടുക്കാം. പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. നാളികേരം അരക്കാതെയും ചിക്കൻ കറി ഇതേ രീതിയിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. കുറച്ച് ഉള്ളി മൂപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ചിക്കൻ വെന്തതിൻ്റെ ശേഷം. നാളികേരം വറുത്തരച്ചുമ്പോൾ നല്ല പ്രത്യേകത ടേസ്റ്റാണ്. ഇപ്പോൾ നാളികേരമൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഈ ചൂടോടെ തന്നെ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ചൂടാറിയതിൻ്റെ ശേഷം അരച്ചെടുക്കാം. അതേ പാനിലേക്ക് തന്നെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചുവന്നുള്ളി വട്ടത്തിലരിഞ്ഞ് അത് മൂപ്പിച്ചെടുക്കാം. ഇത് മൂത്ത് വരുന്ന സമയം കൊണ്ട് ഞാൻ നാളികേരം അരച്ച് വരാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത്. ഇപ്പോൾ ഉള്ളി നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പോൾ ചിക്കനും നന്നായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ നാളികേര അരപ്പ് പാർന്ന് കൊടുക്കുകയാണ്. ഇതിനാവശ്യത്തിന് വെള്ളവും ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുത്ത് മൂപ്പിച്ച ഉള്ളി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇത് മാറ്റി വെക്കാം. ഇതൊക്കെ റെഡി ആയതിൻ്റെ ശേഷമാണ് ഞാൻ പത്തിരി ചുട്ടെടുക്കണതും പരത്തിയെടുക്കണതൊക്കെ. അതുവരെയും പത്തിരിപ്പൊടി അടച്ച് വെച്ചിരിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിഞ്ഞ് ഇത് സ്റ്റൗ ഓഫ് ചെയ്യാണ്. ഇതിലേക്ക് താളിപ്പം ഒഴിച്ചു കൊടുത്ത് ഇത് മൺചട്ടി ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഇത് തിളച്ച് നിൽക്കും. ഇത് ഇനി ഒന്ന് അടച്ച് വെക്കാം. ഇത്രയും സമയം അടച്ച് വെച്ചാലും പത്തിരിൻ്റെ ചൂട് ഒട്ടും പോയിട്ടില്ല. കൈ തൊടാൻ പറ്റായിട്ട് ഞാൻ
കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്ത് കൗണ്ടർ ടോപ്പിലിട്ട് കുഴച്ചെടുക്കുകയാണ് ചെയ്യണത്. ഇതധികം കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ഒതുക്കി ഒരു 2-3 മിനിറ്റ് കുഴച്ചെടുത്താൽ മതിയാവും. അപ്പം തന്നെ നന്നായി സോഫ്റ്റായി കിട്ടും. പത്തിരി ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ല ചൂടുള്ള സമയത്ത് തന്നെ കുഴച്ചെടുക്കണം. ചൂടാറിക്കഴിഞ്ഞാൽ പത്തിരി അത്ര നന്നാവില്ല, സോഫ്റ്റ് ആവില്ല, കുഴക്കാനും നല്ല ബുദ്ധിമുട്ടീകാരം. ഇങ്ങനെ കുഴച്ചെടുക്കുകയാണെങ്കിൽ 2-3 മിനിറ്റ് കൊണ്ട് നല്ല സോഫ്റ്റായ പൊടിയായി കിട്ടും. അപ്പോൾ പരത്താനും നല്ല സുഖമാണ്, നല്ല വീർത്ത് വരും. അത് അത്യാവശ്യം നന്നായി കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇത്ര സോഫ്റ്റായത് കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിന് ഞാനൊന്ന് റോളാക്കി എടുക്കുകയാണ്. ഉരുളകളാക്കി മാറ്റാനും വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ റോളാക്കി എടുക്കുന്നത്. ഇതിൽ എണ്ണ ഒന്നും ചേർക്കണില്ല കേട്ടോ. കൈമ ഒട്ടിപ്പിടിക്കണീന് അല്ലാതെ തന്നെ ഒട്ടിപ്പിടിക്കൊന്നുമില്ല. ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം തടവിയിട്ട് അങ്ങനെ കൈമ ആക്കി കൊടുത്താലും മതി. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, കൈമ ഒന്നും ആവൂല. ഞാൻ അത് പ്രസ്സുമ്മ അമർത്തിയാണ്ട് ഞാൻ ഒന്ന് പരത്തിയെടുക്കണം. ഇതേപോലെ തന്നെ ചുട്ടെടുക്കണമെങ്കിൽ അങ്ങനെ ചുട്ടെടുക്കാം. ഞാൻ അങ്ങനെയല്ല ചെയ്യണത്. ഇങ്ങനെ ചുട്ടെടുത്താലും നല്ല സോഫ്റ്റായ പത്തിരി തന്നെയായി. കാരണം കുറഞ്ഞ കട്ടി ഉണ്ടാവും. ഇത് നല്ല നൈസ് പത്തിരി ആക്കിയിട്ടാണ് ഞാൻ പരത്തിയെടുക്കണത്. ഇത് ഫുള്ളായിട്ട് ഞാൻ അങ്ങനെ പ്രസ്സുമ്മ അമർത്തിൻ്റെ ശേഷം ഞാനൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന പാക്കറ്റ് പത്തിരിൻ്റെ അതേ രീതിക്കുള്ള പത്തിരിയാണ് ഞാൻ ചുട്ടെടുക്കണതെന്ന്. പരത്താനറിയാത്തവർക്ക് ഇതേ രീതിയിൽ തന്നെ ചുട്ടെടുത്താലും മതി. വലിയ കട്ടിയൊന്നും ഇല്ലാതെ തന്നെ നല്ല പൊങ്ങി വരും ചെയ്യും. ഇവിടെ അത്രക്ക് വലിയ ഇഷ്ടമല്ല ഇങ്ങനെ ചുട്ടെടുക്കണത്. ഒന്ന് പരത്തി എടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല നൈസായിട്ടുള്ള പത്തിരി നമുക്ക് കഴിക്കാം. ഞാനൊരു PVC പൈപ്പിൻ്റെ ഇതായിട്ടാണ് ഞാനിത് പരത്തിയെടുക്കണത്. വേണ്ട, നല്ല സോഫ്റ്റായിട്ട് ഒന്നുകൂടി കനം കുറഞ്ഞ് ഒന്നുകൂടി വലിപ്പത്തിലും വരും. ഇതേപോലെ ഫുള്ളായിട്ടും പരത്തിയെടുക്കാം. ഇനി പത്തിരി പ്രസ്സും ഒന്നുമില്ലാത്തവർക്കും ഇത് ഒരു കവറിൽ വെച്ചിട്ട് ഒരു പ്ലേറ്റ് വെച്ച് അമർത്തിയെടുത്താലും നല്ല പത്തിരിയായി റെഡിയാക്കി എടുക്കാൻ പറ്റും. പത്തിരിൻ്റെ തവ നന്നായി ചൂടായതിൻ്റെ ശേഷം വേണം പത്തിരി ഇട്ടെടുക്കാൻ, അല്ലെങ്കിൽ പത്തിരി നന്നായി കിട്ടൂല. ഇപ്പം ഞാൻ നന്നായി ചൂടായി വന്നിക്കണമെങ്കിലും നല്ലതുപോലെ ചൂട് വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ നടുവിൽ മാത്രം ഇട്ട് കൊടുക്കുന്നത്. ഇത് നന്നായി ചൂടായി വരുന്ന സമയത്ത് ഞാൻ 3-4 ഇട്ട് ചുട്ടെടുക്കും. അപ്പോൾ പെട്ടെന്ന് ആയി കിട്ടും. ഇപ്പോൾ ഇത് നന്നായി പൊങ്ങി വരുന്നുണ്ട്. നല്ല കറക്റ്റ് ചൂടുമാണ്. അതിൻ്റെ സൈഡൊക്കെ ചൂട് വരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അപ്പോൾ ഓരോന്നോരോന്നിട്ട് ഇപ്പോൾ നന്നായി എല്ലായിടത്തും ചൂട് വന്ന സമയത്ത് ഞാൻ ഇപ്പോൾ 3 ഇട്ട് കൊടുക്കുന്നുണ്ട്, 4 ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ പെട്ടെന്ന് ചുട്ടെടുക്കാനും പറ്റും. നന്നായി പൊങ്ങണമുണ്ട്. അധിക പേർക്കും പത്തിരിയൊക്കെ നല്ല ഇഷ്ടമാവും. ഇവിടെയൊക്കെ നല്ല കുട്ടികൾക്കൊക്കെ പത്തിരി ആകുമ്പോൾ നന്നായി കഴിക്കും. ഇപ്പോൾ അരമണിക്കൂർ സമയം കൊണ്ട് പത്തിരിയും കറിയും ഒക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഈ വീഡിയോ കാണുന്നതിൻ്റെ അടി കൂടെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരിക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടത്തുക്കും കുടുംബത്തുക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ പത്തിരി ഫുള്ളായിട്ടും ഞാൻ ചുട്ട് കഴിഞ്ഞ് നല്ല സോഫ്റ്റുള്ള പത്തിരിയാണ്. ഇനി പത്തിരി ചുട്ട് ഞാൻ ചായയൊക്കെ കുടിച്ചതിൻ്റെ ശേഷമാണ് ഞാൻ ചോറിന് അരി ഇടുന്നത്. അരി കഴുകണ സമയത്ത് ഞാൻ ചുടുവെള്ളം കൊണ്ട് ആദ്യം കഴുകും. അത് കഴിഞ്ഞിട്ട് നന്നായി തണുത്ത വെള്ളം കൊണ്ട് കഴുകിയതിൻ്റെ ശേഷം ഒന്നുകൂടി ചുടുവെള്ളം കൊണ്ട് കഴുകിയിട്ടാണ് ഞാൻ ഇതിലേക്ക് ഇടൽ. അതപ്പോൾ ഞാൻ ചെയ്യണത്. ഇതിപ്പോൾ സ്റ്റൗമ്മ വെച്ച് ഞാൻ റൈസ് കുക്കറിൽ ഇറക്കി വെക്കുകയാണ് ചെയ്യണത്. ഇതിപ്പോൾ 3 മണിക്കൂർ വേവില്ല അരിയാണ്.
ഇത് കുറച്ച് വേവില്ല അരി ആയതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ തീമിട്ടത്. ബാക്കിയൊക്കെ ഞാൻ ചായ കുടി കഴിഞ്ഞ് പാത്രം കഴുകലും ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ കറികളൊക്കെ ഉണ്ടാക്കണത്. ആ സമയം കൊണ്ടുള്ളൂ ഈ ചോറ് വെന്ത്. ജയ റൈസ് ആയതുകൊണ്ട് തന്നെ നല്ല വേവും ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇറക്കി ഒരു 3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിത് റൈസ് കുക്കറിൽ നിന്ന് ഊറ്റണത്. അപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. റേഷൻ കടയിലത്തെ അരിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത് അധികം വേവൊന്നുമില്ല, 1/2 മണിക്കൂർ കൊണ്ട് തന്നെ വെന്ത് ഊറ്റിയെടുക്കാം. ഇത് ജയ അരിക്ക് അടുപ്പത്ത് വെക്കുകയാണെങ്കിൽ തന്നെ 2.5 മണിക്കൂർ വേവാൻ സമയമുണ്ട്. ഇതിപ്പോൾ ഞാൻ മീൻ പൊരിച്ചെടുക്കാനും വേണ്ടിയിട്ടാണ് മിക്സിൻ്റെ ജാറിലേക്ക് ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, കാന്താരിമുളക്, പച്ചക്കുരുമുളക് ഇതെല്ലാം ചേർത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരുംജീരപ്പൊടി, ആവശ്യത്തിന് ഉപ്പും മല്ലിപ്പൊടിയും കുരുമുളകും പൊടിയും ഇതെല്ലാം ചേർത്ത് നന്നായി അരച്ചെടുക്കാം. നന്നായി പേസ്റ്റായി അരച്ചെടുക്കണം. ഇപ്പം എന്താ പേസ്റ്റായി അരച്ചെടുത്തതിൻ്റെ ശേഷം അയിലയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അയില നന്നായി വാർന്നതിൻ്റെ ശേഷമാണ് കേട്ടോ, ഉള്ളിലേക്ക് തട്ടണ വിധത്തിൽ നന്നായി വരഞ്ഞെടുക്കണം. എന്നാലുള്ള മസാലകളൊക്കെ നന്നായി മീനിൽ പിടിക്കുക. ഇതിപ്പോൾ ഞാൻ ഈ സമയത്ത് പൊരിക്കണില്ല, കറികളൊക്കെ ആയി കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞാൻ മീൻ പൊരിച്ചെടുക്കുന്നത്. അതുവരെ മസാല പിടിക്കാനും വേണ്ടിയിട്ടാണ് മാരിനേറ്റ് ചെയ്യണത്. കാന്താരിമുളക് കൂട്ടി മീൻ പൊരിക്കണ സമയത്താണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിക്കാരം. ഇപ്പം ഞാൻ കറിക്കും വേണ്ടിയിട്ട് 2 വഴുതനങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് 2ആയി കീറിയതിൻ്റെ ശേഷം ഞാൻ കുറച്ച് കനത്തിൽ തന്നെയാണ് അരിഞ്ഞെടുക്കുന്നത്. അടുക്കളയിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് ആദ്യം തന്നെ പച്ചക്കറിയും ഉള്ളികളും ഒക്കെ അരിഞ്ഞെടുക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് പെട്ടെന്ന് ജോലി തീർത്ത് പെട്ടെന്ന് അടുക്കളയിൽ നിന്ന് പോവാം. ഞാനത് വെള്ളത്തിലിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. ആ സമയം കൊണ്ട് ഞാൻ മൺചട്ടി വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഇതിലേക്ക് ഉലുവയും കടുകും ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് വറ്റൽമുളക്, കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, ചുവന്നുള്ളി കുറച്ച് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോഴുള്ളൂ ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. 1/2 സവാള ഇട്ട് കൊടുത്തിക്കണം. ആവശ്യത്തിന് ഉപ്പും വഴണ്ട് കിട്ടാനും വേണ്ടിയിട്ട്. കറിക്കുള്ള ഉപ്പ് ഞാൻ അപ്പം തന്നെ ഇട്ട് കൊടുത്തിക്കണ്. ഇത് പെട്ടെന്ന് വഴണ്ട് കിട്ടും ചെയ്യും, സവാളയും ഉള്ളികളൊക്കെ. വഴുതനക്കറി ഇതേപോലെ ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി അടിപൊളി ടേസ്റ്റാണ്. നല്ല ഫിഷ് കറീൻ്റെ ഒക്കെ ടേസ്റ്റാണ് ഇതിങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നമുക്ക് വരിക. ഇതിലേക്ക് ഞാനൊരു തക്കാളി ഇട്ട് കൊടുത്തു. അത് ചെറുതായി അരിഞ്ഞതിൻ്റെ ശേഷമാണ് തക്കാളി ഇട്ട് കൊടുത്തത്. ഇതൊന്ന് നന്നായി വഴണ്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി 1 ടീസ്പൂണ്, മല്ലിപ്പൊടി 1 ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ്, പെരുംജീരകപ്പൊടി 1/4 ടീസ്പൂണ്. ഇത് നന്നായി വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് നല്ല ജീരകം ഇഷ്ടമുള്ളവർക്ക് ഇടാം, ഓപ്ഷനിലാണ്. ഞാനും ഇടുന്നില്ല, ഇവിടെ അധികം വലിയ ഇഷ്ടമല്ല ഇങ്ങനത്തെ കറിയിൽ. പച്ചമുളക് 3 എണ്ണം. അപ്പോൾ ഇത് നല്ലൊരു കുറുകിയ കറിയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് മസാലകളൊക്കെ മൂത്തിൻ്റെ ശേഷമാണ് ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തത്. നല്ല ലൂസ് വേണമെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് അടച്ച് വെച്ച് ഒന്ന് തിളച്ചതിൻ്റെ ശേഷം വഴുതനങ്ങ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു പുളീൻ്റെ ഒരു പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2-3 കുരു പുളീൻ്റെ ഇതാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇതധികം കറിയൊന്നും ഉണ്ടാക്കണില്ലല്ലോ, അപ്പോൾ കൂടുതലായിട്ട് പുളിൻ്റെ ആവശ്യമില്ല. തക്കാളി ഇട്ടിക്കണ്. അപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നതിൻ്റെ ശേഷം ഞാൻ വഴുതനങ്ങ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചാൽ ഇതിൻ്റെ കറകളൊക്കെ ഒരു ചുവന്ന കറകളുണ്ടാവും, അതൊക്കെ ഇതിൽ നിന്ന് പോയി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം തന്നെ വെള്ളത്തിൽ ഇട്ട് വെച്ചത്.
ഇപ്പോൾ ഞാൻ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് നാളികേരം ഒരു കൈപ്പിടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് നാളികേരം തന്നെ ഉള്ളൂ അരക്കണത്. അതിക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായി പേസ്റ്റായി അരച്ചെടുക്കാം. ഇപ്പോൾ വഴുതനയൊക്കെ നന്നായി വേവ് ഒരു 3/4 വേവായിട്ടുണ്ട്. ഇനി ഒന്നുകൂടി വഴുതനങ്ങക്ക് അധികം വേവില്ല, 5 മിനിറ്റ് മതി ഇത് ഒന്ന് വെന്ത് കറിയായി കിട്ടാൻ. അതാണ് ഞാൻ പറഞ്ഞത് സിമ്പിള് ലഞ്ച് എന്ന് പറഞ്ഞത്. എല്ലാം ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പികളാണ്. അപ്പോൾ അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നാളികേരം ഒഴിച്ച് കൊടുക്കാം. ആ മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കണ്ട് ഞാൻ കുറച്ചുകൂടി വെള്ളം ചേർക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് കിട്ടിയാൽ മതി. അപ്പോൾ നമ്മളെ കറി റെഡിയായി കിട്ടും. അപ്പോൾ അത് നന്നായി തിളച്ച് വന്നു. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, നല്ല കുറച്ചുകൂടി കഴിഞ്ഞാൽ ഒന്നുകൂടി തിക്കായിട്ട് വരും ഈ കറി. ഇനി ഇതൊന്ന് അടച്ച് വെക്കാം. ആ സമയം കൊണ്ട് മീൻ പൊരിച്ചെടുക്കുകയാണ് ഞാൻ ചെയ്യണത്. വെളിച്ചെണ്ണയാണ് മീൻ പൊരിക്കാൻ. ഞാൻ കൂടുതലും വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യാറ്. ഓയിലുകൾ അധികം യൂസ് ചെയ്യാറില്ല. വീട്ടിലുണ്ടാക്കണ വെളിച്ചെണ്ണയാണ് ഞാൻ യൂസ് ചെയ്യാറ്. അപ്പോൾ അത് ഞാൻ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക്. ഈ രീതിക്ക് മസാല റെഡിയാക്കാത്തവരൊന്ന് മസാല ഈ രീതിക്ക് റെഡിയാക്കി ഒന്ന് പൊരിച്ച് നോക്കി. അടിപൊളി ടേസ്റ്റി കാരണം. ഇത് ഇനി തിരിച്ചു മറിച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വെന്ത് ഞാൻ വാങ്ങി വെക്കുകയാണ്. ചെറിയ തീയിൽ വേണം മീനൊക്കെ പൊരിച്ചെടുക്കണ സമയത്ത് പൊരിച്ചെടുക്കാൻ, അല്ലെങ്കിൽ ഉള്ളുകളൊന്നും വെന്ത് കിട്ടൂല. മസാലകളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും. ഞാൻ ഈ പാനിൽ തന്നെ ഞാൻ ഈ മീൻ പൊരിച്ച മസാലകൾ കുറച്ച് ബാക്കിയുണ്ടായിന്. അപ്പോൾ ഞാൻ ഒരു വഴുതനങ്ങ എടുത്തുകൊണ്ട് ഒന്ന് പൊരിച്ചെടുക്കുകയാണ് ചെയ്യണത്. മസാല വെറുതെ വേസ്റ്റാക്കേണ്ട ആവശ്യമില്ലത്. അങ്ങനെ പൊരിച്ചെടുത്ത അടിപൊളി ടേസ്റ്റ്, മീനിൻ്റെ അതേ ടേസ്റ്റ് തന്നെ വഴുതനങ്ങയും കിട്ടും. ഇതിലേക്ക് അധികം ഓയിലും ഒന്നും വേണ്ട കേട്ടോ, വെളിച്ചെണ്ണയൊന്നും വേണ്ട, ചെറുതായിട്ട് മതി. പിന്നെ അത് വെന്ത് പെട്ടെന്ന് കിട്ടും ചെയ്തു. വഴുതനങ്ങയല്ലേ. അപ്പോൾ അത് വെന്ത് കിട്ടുന്നുണ്ട്. ഞാൻ മാറ്റി വെച്ചതിന് ശേഷം ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചമ്മന്തിക്ക് വേണ്ടിയിട്ട് ചെറിയ ഉള്ളിയും ചുവന്ന മുളകുമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് വിറകടുപ്പത്ത് കത്തിച്ച് കണലുണ്ടെങ്കിൽ അതിൽ ചുട്ടെടുക്കുകയാണ് ടേസ്റ്റ്. ഇപ്പം ഞാൻ ഇന്ന് വിറകടുപ്പില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചമ്മന്തി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് അതിൻ്റെ ശേഷം ഞാൻ അത് കോരി മാറ്റി ഇതിലേക്ക് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് ചുവന്നുള്ളി ഇട്ട് കൊടുത്ത് മൂപ്പിച്ചെടുക്കുകയാണ്. പയർ വേവിച്ചാനാണ് കേട്ടോ. പയറുപ്പേരിക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ആദ്യം തന്നെ ചെയ്യുന്നത്. ഇതിലേക്ക് പച്ചമുളക് ആവശ്യത്തിനും കറിവേപ്പില ആവശ്യത്തിനും ഇട്ട് കൊടുത്ത് ഇതിലേക്ക് പയറിട്ട് കൊടുക്കാം. ഇതൊരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇളക്കിയും തിരിച്ചും ഇട്ടുകൊടുത്ത് അടച്ച് വെച്ചുകൊണ്ട് ആവിയിൽ ഞാൻ വെള്ളമൊന്നും ചേർക്കാതെയാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോഴാണ് പയറിൻ്റെ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. ഇപ്പോൾ പയറൊക്കെ റെഡിയായി. ഞാൻ ചമ്മന്തി അരച്ചെടുക്കുകയാണ് ചെയ്യണത്. ചമ്മന്തിക്ക് മിക്സിൻ്റെ ജാറിലിട്ടപ്പോൾ മിസ്സായി പോയതാണ് വീഡിയോ. അതിലേക്ക് ഞാൻ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയും നാളികേരം, പിന്നെ ചുവന്നുള്ളി, വറ്റൽമുളക്, ഇഞ്ചി, കറിവേപ്പില, വെളിച്ചെണ്ണ, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പം എൻ്റെ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ചോറ് കഴിക്കാൻ എടുക്കുകയാണ്. ഈ ചമ്മന്തി മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ. വേറെ ഒരു കൂട്ടാൻ്റെയും കറിൻ്റെയും ഒന്നും ആവശ്യമില്ല. അടിപൊളി ടേസ്റ്റാണ്. അത് വിറകടുപ്പിൽ ചുട്ടെടുക്കുകയാണെങ്കിൽ അടിപൊളിയായ ഇതിലും കൂടുതലും ഒന്നും കൂടി ടേസ്റ്റ് കാരണം. ഇതേപോലെ ചമ്മന്തി അരക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കി. അടിപൊളി ടേസ്റ്റാണ്. കറിയൊക്കെ ഒന്നും പറയാനില്ല. അടുത്ത വെറൈറ്റി വീഡിയോയുമായി കാണാം.